നിങ്ങളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേരള ക്രൈം ഫയൽസ്, ഇനി ഇന്ത്യയിലാണെങ്കിൽ ക്രൈം പെട്രോൾ പോലുള്ള ക്രൈം ഷോസ് കണ്ടിട്ടുണ്ടാകും. ഈ ഷോകളിൽ ആളുകൾ സ്വന്തം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൈകളാൽ കൊല്ലപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുതരം ഭയം ഉണ്ടാകാറുണ്ട്. ഇതുപോലെ എന്തെങ്കിലും നമുക്കും സംഭവിക്കുമോ എന്നൊരു പേടി. നിങ്ങൾക്കിതൊരു എന്റർടൈൻമെന്റ് മാത്രമായിരുന്നുവെങ്കിലും ചിലർ ഈ ഷോകളിൽ കാണിക്കുന്ന രീതികൾ ഉപയോഗിച്ച് യഥാർത്ഥ ജീവിതത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയായിരുന്നു. ഇന്ന് പറയാൻ പോകുന്ന ഉദയ്പൂരിൽ നിന്നുള്ള കേസ് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു ഉദാഹരണമാണ്. ക്രൈം പെട്രോളിൽ കാണിക്കുന്ന രീതികൾ കണ്ട് പഠിച്ച് വർഷങ്ങളോളം പോലീസിന് പോലും അറിയാതെ മറഞ്ഞു കിടന്ന ഒരു കേസ്. ഒരു ചെറിയ മണ്ടത്തരമായ പിഴവാണ് ഈ ഒരു കേസ് പുറത്തു വരാൻ കാരണമായത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം രാഹുൽ രാജ് ചതുർവേദി. ഉദയ്പൂരിൽ താമസിക്കുന്ന 36 വയസ്സുള്ള ഒരാൾ. അവന്റെ അച്ഛൻ ഡൽഹി ഗേറ്റിന് സമീപമുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു. രാഹുൽ ക്ഷേത്രത്തിലെ ജോലികളിൽ അച്ഛനെ സഹായിക്കുമായിരുന്നു. 30കളുടെ മധ്യത്തിലായിട്ടും രാഹുലിന് സ്ഥിരമായ ഒരു ജോലിയില്ലായിരുന്നു. അവൻ വിവാഹം കഴിച്ചിട്ടില്ല. സ്വന്തമായി ഒരു കുടുംബം പോലും തുടങ്ങാത്ത അവസ്ഥ. അടിസ്ഥാന കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും അച്ഛനെ ആശ്രയിക്കേണ്ടി വരികയായിരുന്നു. ഈ സാമ്പത്തിക സാഹചര്യത്തിൽ ഇത് തെറ്റാണെന്ന് പറയാനാകില്ല. പക്ഷെ രാഹുൽ തന്റെ ജീവിതത്തിൽ ഒരുപാട് അസ്ഥിരത അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2019 ജൂലൈ മാസം 29-ന് രാഹുലിന്റെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒരാളെ അവൻ കണ്ടുമുട്ടി. ആ ദിവസം ക്ഷേത്രത്തിലേക്ക് 2 കുട്ടികളുമായി ഒരു സ്ത്രീ എത്തി. അവൾ വളരെ വിഷമിച്ച നിലയിലായിരുന്നു. ക്ഷേത്രങ്ങളിൽ ദുഃഖിതരായ ആളുകളെ കാണുന്നത് സാധാരണമായിരുന്നുവെങ്കിലും ഈ സ്ത്രീക്ക് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് രാഹുലിന് തോന്നി. അവളുടെയും കുട്ടികളുടെയും അവസ്ഥയും അത്ര നല്ലതായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ രാഹുലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ പേര് ഭാനുപ്രിയ ഗോസ്വാമി, 34 വയസ്സ്. കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികളും അവളുടെ തന്നെയാണ്. പക്ഷേ ഒരു വലിയ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്താണ് ഭാനുപ്രിയയെ തൻ്റെ കുട്ടികളുമായി ഒരു ക്ഷേത്രത്തിൽ അഭയം തേടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്? രാഹുലും ഇതേ സംശയത്തിലായിരുന്നു. അവൻ ചോദിച്ചപ്പോൾ ഭാനുപ്രിയ തൻ്റെ ജീവിതത്തിലെ മുഴുവൻ കഥയും അവനോട് തുറന്നു പറയാൻ തുടങ്ങി. ഭാനുപ്രിയ രാജസ്ഥാനിലെ ധാൽ എന്ന സ്ഥലത്തു നിന്നുള്ളവളായിരുന്നു. അവൾ തൻ്റെ ഭർത്താവ് നാരായണൻ ഗിരി ഗോസ്വാമിയുമായും 2 കുട്ടികളുമായും അവിടെ താമസിച്ചു വരികയായിരുന്നു. പക്ഷേ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ക്രമേണ വലിയ പ്രശ്നങ്ങളായി മാറി. അവസാനം കാര്യങ്ങൾ അത്രയും മോശമായ അവസ്ഥയിലെത്തി. നാരായണൻ ഗോസ്വാമി ഭാര്യയെയും കുട്ടികളെയും വീട്ടിൽ നിന്നും പുറത്താക്കി. 2 ദിവസത്തോളം എവിടെയെന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞതിനു ശേഷമാണ് ഭാനുപ്രിയ തൻ്റെ കുട്ടികളുമായി ഈ രാഹുൽ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഈ കഥ മുഴുവനും കേട്ടപ്പോൾ രാഹുലിന് ഭാനുപ്രിയയോടും അവളുടെ കുട്ടികളോടും വലിയ ദുഃഖം തോന്നി. അവൻ അവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. എല്ലാം ശരിയാകുമെന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഭാനുപ്രിയ കുട്ടികളുമായി അവിടെ നിന്നും പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഭാനുപ്രിയ വീണ്ടും അതേ ക്ഷേത്രത്തിൽ എത്തി. പക്ഷേ ഇത്തവണ അവളുടെ കൂടെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. രാഹുൽ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭാനുപ്രിയയ്ക്ക് തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാനേ സാധിച്ചില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. കാരണം നാരായണൻ ഗോസ്വാമി ഭാനുപ്രിയയ്ക്ക് ഡിവോഴ്സ് നൽകി. കൂടാതെ കുട്ടികളുടെ കസ്റ്റഡിയും അവനാണ് ലഭിച്ചത്. ഭർത്താവിനെയും കുട്ടികളെയും ഒരേ സമയം നഷ്ടപ്പെട്ടതോടെ ഭാനുപ്രിയ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലായി. ഇതാണ് രാഹുലും ഭാനുപ്രിയയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും പുതിയൊരു വഴിയിലേക്ക് തിരിയാൻ തുടങ്ങുന്ന ഒരു ഘട്ടം. ഇപ്പോഴേക്കും രാഹുലിന് ഭാനുപ്രിയയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അവളുടെ ഡിവോഴ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവന് തന്നെ നിയന്ത്രിക്കാനേ സാധിച്ചില്ല. രാഹുൽ ഭാനുപ്രിയയും കൂട്ടിക്കൊണ്ട് ഉദയ്പൂരിൽ നിന്ന് രാജ്സമന്ദിലേക്ക് പോയി. അവിടെ രാഹുൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. അവൻ ഈ തേയില ഇലയുടെ ചെറിയൊരു ബിസിനസ് തുടങ്ങി. അതിലൂടെ തന്നെയും ഭാനുപ്രിയയും നോക്കി നിർത്താൻ അവനായി. അവർ ഒരുമിച്ച് താമസിക്കാൻ ഒരു അപ്പാർട്ട്മെന്റ് റൂം വാടകയ്ക്കെടുത്തു. ഇത് രാഹുലിന്റെ ജീവിതത്തിലെ വളരെ വലിയൊരു തീരുമാനമായിരുന്നു. കാരണം ഇതോടെ അവൻ ആദ്യമായി തൻ്റെ അച്ഛൻ്റെ നിഴലിൽ നിന്നും പുറത്തു കടന്നു. സ്വന്തമായ ഒരു ബിസിനസ്, സ്വന്തമായ ഒരു ജീവിതം. ഈ ഒരു വലിയ തീരുമാനത്തിന് പിന്നിൽ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, ഭാനുപ്രിയ. ഇപ്പോൾ രാഹുലിന്റെ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. അവന് ഭാനുപ്രിയ ഇഷ്ടമായിരുന്നു. അവളോടൊപ്പം ജീവിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യം ഉണ്ടായിരിക്കണം. വെറും 2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരാളോടൊപ്പം ജീവിക്കാൻ ഭാനുപ്രിയ എങ്ങനെ സമ്മതിച്ചു? ഉത്തരം വളരെ ലളിതമാണ്. ഒരു ആകർഷണം, അട്രാക്ഷൻ. ഭാനുപ്രിയയ്ക്കും രാഹുലിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. സ്വാർത്ഥതയില്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ സഹായിച്ച രാഹുലിന്റെ നിസ്വാർത്ഥമായ സ്വഭാവം, ഇതെല്ലാം അവളെ ആകർഷിച്ചിരുന്നു. ആദ്യ ദിനം മുതൽ തന്നെ രാഹുൽ ഭാനുപ്രിയയെ തന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റി. ഇരുവരും പതുക്കെ ഒരാളോടൊരാൾ കൂടുതൽ അടുത്തു. അവർ വിവാഹം കഴിച്ചിട്ടില്ല.
ബന്ധത്തിന് ഒരു പേര് പോലും നൽകിയിരുന്നില്ല. പക്ഷേ അവർ ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇത് അവരുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. ദിവസങ്ങൾ ഇങ്ങനെ നന്നായി തന്നെ കടന്നുപോയി. രാഹുൽ ജോലിക്ക് പോകും, ഭാനുപ്രിയ വീട്ടിലെ ജോലികളൊക്കെ നോക്കും. പ്രാക്ടിക്കലി ഭാര്യയും ഭർത്താവും പോലെ. രാഹുലിന്റെ ജീവിതത്തിലെ കുറവായിരുന്നത് ആ ഒരൊറ്റ ഭാഗം, ഒരു പങ്കാളിയില്ല, ഒരു ഭാര്യ, ഒരു ജീവിത സഖി. അവസാനം അതും അവന് ലഭിച്ചു. ഭാനുപ്രിയയും രാഹുലിനൊപ്പം ജീവിച്ചുകൊണ്ട് തന്റെ പഴയ ജീവിതത്തിൽ നിന്നും പതിയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ രാഹുലിനൊപ്പം താമസിക്കാൻ തുടങ്ങിയതോടെ ഭാനുപ്രിയയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതരുത്. ഇവിടെയാണ് ഈ കഥ കൂടുതൽ ഇരുണ്ട വഴിയിലേക്ക് തിരിയാൻ തുടങ്ങുന്നത്. ഏതൊരു പുതിയ ആളോടൊപ്പം ജീവിക്കണമെങ്കിലും ജീവിതത്തിൽ പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും അംഗീകാരങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനൊപ്പം താമസിക്കാൻ തുടങ്ങിയതോടെ ഭാനുപ്രിയയ്ക്കും തന്റെ ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരേണ്ടി വന്നു. ഡിവോഴ്സിന് ശേഷം മുതൽ തന്നെ ഭാനുപ്രിയയുടെ ഈ മുതിർന്ന സഹോദരി അവളുമായി സ്ഥിരം കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ രാഹുലിന്റെ വീട്ടിലേക്ക് സന്ദർശനത്തിനും വരും. ഭാനുപ്രിയയുടെ സഹോദരിയോ ആരുമായിക്കൊള്ളട്ടെ, ആരും വീട്ടിലേക്ക് വരുന്നതും ഫോൺ ചെയ്യുന്നത് പോലും രാഹുലിന് അസഹ്യമായിരുന്നു. ഇതവൻ മനസ്സിൽ ഒതുക്കി വെച്ചിരുന്നില്ല. ഇക്കാര്യം അവളോട് പറയുകയും ചെയ്തു. ഇത് കാരണം ഇരുവർക്കുമിടയിൽ വഴക്കുകൾ ഉണ്ടാകാനും തുടങ്ങി. ഇങ്ങനെ സമയം കടന്നുപോയെങ്കിലും ഈ വഴക്കുകൾ കുറയാതെ കൂടുതൽ രൂക്ഷമായി. അവസാനം ഭാനുപ്രിയയുടെ സഹോദരിയും മറ്റു ബന്ധുക്കളും അവളോട് സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തി. പക്ഷെ ഇത് അവസാനിച്ചിട്ടും രാഹുലും ഭാനുപ്രിയയും തമ്മിലുള്ള വഴക്കുകൾ തുടരുകയായിരുന്നു. പതുക്കെ ഈ വഴക്കുകൾ വാക്കേറ്റത്തിൽ നിന്ന് ശാരീരിക സംഘർഷത്തിലേക്ക് മാറി. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. ഈ ബന്ധത്തിൽ ഭാനുപ്രിയയാണ് പലപ്പോഴും രാഹുലിനെ ആക്രമിച്ചിരുന്നത്. ഇത് അവളുടെ ഒരു സ്വഭാവം മാത്രം അല്ല. ഭാനുപ്രിയയ്ക്ക് എപ്പിലെപ്സി എന്ന രോഗമുണ്ടായിരുന്നു. വഴക്കുകൾക്കിടെ അവൾ അതീവ അക്രമ സ്വഭാവമുള്ളവളായി മാറും. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ വേഗം ചാടിപ്പൊടിക്കുകയും ചെയ്തു. രാഹുലുമായി വഴക്കുണ്ടായാൽ ചിന്തിക്കാതെ കയ്യിൽ കിട്ടുന്ന എന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് അവനെ അടിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം കാരണം രാഹുലിന്റെ മനസ്സിൽ ഭാനുപ്രിയയെ കുറിച്ചുള്ള ഒരു വേറിട്ട ചിത്രം രൂപപ്പെട്ടു. അവളോടൊപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ രാഹുൽ അവളെ തന്റെ ഭാര്യയായി തന്നെ കാണാൻ തുടങ്ങിയിരുന്നു. ഭാനുപ്രിയ വന്നതോടെ തന്റെ ജീവിതത്തിൽ ഒരു സന്തോഷകരമായ പുതിയ അധ്യായം തുടങ്ങി എന്നായിരുന്നു അവന്റെ വിശ്വാസം. പക്ഷെ ഇപ്പോൾ അതേ സന്തോഷം വിഷമമായി മാറിയിരിക്കുന്നു. 2020 മെയ് മാസം 12 ഒരു ദിവസം രാത്രിയിൽ ജോലി കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് വിശന്നും രാഹുൽ വീട്ടിലെത്തി. അവൻ സാധാരണ പോലെ ഡിന്നറിനെ കുറിച്ച് ഭാര്യയോട് ചോദിച്ചു. പക്ഷേ അതൊരു ചെറിയ ചോദ്യം മാത്രമായിരുന്നില്ല, അത് പെട്ടെന്നൊരു വലിയ വഴക്കായി മാറി. ഇത്തവണ ഭാനുപ്രിയ കടുത്ത ദേഷ്യത്തിൽ വസ്ത്രം കഴുകുന്ന വാഷ് ബോർഡ് ഉപയോഗിച്ച് രാഹുലിനെ ക്രൂരമായി അടിക്കാൻ തുടങ്ങി. മുൻപൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ രാഹുൽ ആദ്യം സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുകയും ശേഷം ഭാനുപ്രിയയെ ശാന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ദിവസങ്ങളായി ഇതെല്ലാം സഹിച്ചതിനാൽ ആ ദിവസം രാഹുലിന്റെ ക്ഷമ പൂർണ്ണമായും അവസാനിച്ചു. അവൻ ഇതിനകം നല്ല ക്ഷീണിതനും ഫ്രസ്ട്രേറ്റഡുമായ അവസ്ഥയിലായിരുന്നു. അപ്രതീക്ഷിതമായ ദേഷ്യത്തിൽ രാഹുൽ ഭാനുപ്രിയയെ പിടിച്ച് മുഴുവൻ ശക്തിയോടെ കഴുത്ത് ഞെരിച്ചു. ആ സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഭാനുപ്രിയയ്ക്ക് ശ്വാസം മുട്ടും എന്നവൻ തിരിച്ചറിഞ്ഞില്ല. തിരിച്ചറിയുമ്പോഴേക്കും അത് വളരെ വൈകിയിരുന്നു. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ഒരു പൂർവ്വ പദ്ധതിയിട്ട കൊലപാതകം ആയിരുന്നില്ല. ഇതൊരു നിമിഷത്തെ നിയന്ത്രണം വിട്ട കോപത്തിൽ സംഭവിച്ചതാണ്. രാഹുൽ ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ സംഭവം കഴിഞ്ഞ ശേഷം അവൻ എടുത്ത തീരുമാനങ്ങളാണ് അവൻ യഥാർത്ഥത്തിൽ എന്ത് തരത്തിലുള്ള ആളായിരുന്നു എന്നത് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നടന്ന സമയം ഇന്ത്യയും ലോകം മുഴുവനും COVID-19 മഹാമാരിയുടെ പിടിയിലായിരുന്ന കാലമായിരുന്നു. എല്ലായിടത്തും ലോക്ക്ഡൗൺ, ആളുകൾ വീടുകൾക്കുള്ളിൽ തന്നെ പൂട്ടപ്പെട്ട അവസ്ഥ. അതിനാലാണ് രാഹുലിന് ഭാനുപ്രിയയുടെ മൃതദേഹം വീട്ടിൽ നിന്നും പുറത്ത് കൊണ്ടുപോകാൻ സാധ്യമാകാതിരുന്നത്. അവൻ തൻ്റെ ചെയ്തിയിൽ യഥാർത്ഥത്തിൽ കുറ്റബോധം അനുഭവിച്ചിരുന്നെങ്കിൽ പോലീസിന് മുന്നിൽ സ്വയം കീഴടങ്ങിയേനെ. പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ല. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, ഭയം അവന്റെ കണ്ണുകളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. അതിനുശേഷം ഭാനുപ്രിയയുടെ മൃതദേഹം എങ്ങനെ മറച്ചു വയ്ക്കാമെന്ന ചിന്തയിലായിരുന്നു രാഹുൽ. കാര്യങ്ങളെല്ലാം അവൻ എല്ലാവരിൽ നിന്നും രഹസ്യമായി സൂക്ഷിച്ചു. കോവിഡ് കാരണം അവൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ പലരും നാട്ടിലേക്കോ സ്വന്തം വീടുകളിലേക്കോ പോയിരുന്നു. അതുകൊണ്ട് അവിടെ ഭാനുപ്രിയയെക്കുറിച്ച് ചോദിക്കാൻ പോലും ആരുമില്ലായിരുന്നു. ഇത് രാഹുലിന് സമയം നൽകി അടുത്ത നീക്കം ആലോചിക്കാൻ. അവൻ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ അടുത്തിടെ കൺസ്ട്രക്ഷൻ ജോലി നടന്നിരുന്നു. അവിടെ പല സാമഗ്രികളും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പ്ലാസ്റ്റിക് ഡ്രം അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ ഭാനുപ്രിയയുടെ മൃതദേഹം
ആ ഡ്രമ്മിനുള്ളിൽ വെച്ച് സീല് ചെയ്യാൻ തീരുമാനിച്ചു, ദുർഗന്ധം പുറത്തേക്ക് വരാതിരിക്കാൻ. ഡ്രമ്മിനുള്ളിൽ ചില കെമിക്കൽസ് ഒഴിച്ച് സിമന്റ് ഉപയോഗിച്ച് അത് പൂർണ്ണമായും അടച്ചു. ശേഷം ആ ഡ്രം അവൻ സ്വന്തം മുറിയിലേക്ക് മാറ്റി, ആരും കാണാതിരിക്കാനായി. ഇതെല്ലാം കഴിഞ്ഞതോടെ രാഹുൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. ഭാനുപ്രിയയുടെ മൃതദേഹമുള്ള ഡ്രം വീട്ടിലെ ഒരു കോണിൽ പഴയ ഫർണിച്ചർ പോലെ അവൻ ഉപേക്ഷിച്ചു. പക്ഷേ ഇതെന്നും വീട്ടിൽ സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് അവൻ അറിയാമായിരുന്നു. ഡ്രം എങ്ങനെ സ്ഥിരമായി ഒഴിവാക്കണം എന്ന ചിന്തയിലാണ് അവൻ പിന്നീടെത്തിയത്. ഇവിടെയാണ് ഒരു ഭീകരമായ സത്യം പുറത്തു വരുന്നത്. രാഹുൽ ക്രൈം പട്രോൾ എന്ന ഒരു പ്രശസ്ത ക്രൈം ഷോ സ്ഥിരമായി കാണുന്ന ഒരാളായിരുന്നു. അവൻ വിചാരിച്ചു, ഈ ഷോ കണ്ടാൽ മൃതദേഹം മറയ്ക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം കണ്ടെത്താനാകുമെന്ന്. അതിനായി അവൻ 1300-ലധികം എപ്പിസോഡുകൾ കണ്ടതായാണ് അന്വേഷണത്തിൽ പറയുന്നത്. ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഭാനുപ്രിയ മരിച്ച ശേഷം ആരും അവളെ അന്വേഷിച്ചില്ലേ? ഇതിനുത്തരവും വളരെ ലളിതമാണ്. രാഹുൽ ഈ ഭാനുപ്രിയയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും മുൻപേ തന്നെ അവളിൽ നിന്നും അകറ്റിയിരുന്നു. അതിനാൽ അവളെക്കുറിച്ച് ചോദിക്കാൻ വാസ്തവത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. രാഹുൽ കൂടാതെ വീടുടമയും മാത്രമാണ് ഭാനുപ്രിയ അവിടെ താമസിച്ചിരുന്നു എന്ന് അറിയുന്നവർ. വിവാഹം കഴിച്ചിട്ടില്ലാത്തതിനാൽ അവൾ ഇപ്പോൾ തന്റെ കൂടെ ഇല്ല എന്നും പറഞ്ഞ് രാഹുൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മറച്ചുവെക്കാനായി. ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. 2 വർഷം കടന്നുപോയി. ഒരു സംശയമില്ലാതെ, ഒരു പ്രശ്നമില്ലാതെ രാഹുൽ സാധാരണ ജീവിതം തുടരുകയായിരുന്നു. അതേസമയം അവന്റെ വീട്ടിൽ ഒരു മൃതദേഹം അടങ്ങിയ ഡ്രം ഉണ്ടായിരുന്നു. നമ്മൾ കോവിഡിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചപ്പോൾ രാഹുൽ തന്റെ വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു ഭീകര രഹസ്യവും താങ്ങി ജീവിക്കുകയായിരുന്നു. പക്ഷെ അവൻ ഒരു കാര്യം കണക്ക് കൂട്ടിയിരുന്നില്ല: പ്രകൃതിയുടെ നിയമം. സാധാരണയായി മനുഷ്യ ശരീരം മണ്ണിൽ ലയിച്ച് എല്ലുകൾ മാത്രം ശേഷിക്കും. പക്ഷേ ഭാനുപ്രിയയുടെ ശരീരം മണ്ണിലല്ല, ഒരു പ്ലാസ്റ്റിക് ഡ്രമ്മിനുള്ളിലാണ്. ശേഷം ആ ഡ്രം താങ്ങാനാകാത്ത അവസ്ഥയിലായി. മൃതദേഹത്തിൽ നിന്നുമുണ്ടായ വാതകങ്ങളും ദ്രവങ്ങളും ഡ്രമ്മിൽ നാശം വരുത്താൻ തുടങ്ങി. അതിന്റെ ഫലമായി ആ വീട്ടിൽ കടുത്ത ദുർഗന്ധം പടർന്നു. അവസ്ഥ അത്ര മോശമായതിനാൽ വീട്ടുടമയായ സത്യനാരായണന് അവിടെ താമസിക്കാൻ പോലും ബുദ്ധിമുട്ടായി. ഇതോടെയാണ് രാഹുൽ പൂർണ്ണമായും നിയന്ത്രിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു രഹസ്യം പുറത്തു വരാൻ തുടങ്ങിയത്. വീട്ടുടമയായ സത്യനാരായണൻ രാഹുലിനോട് ചോദിച്ചു, നിന്റെ മുറിയിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വരുന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ നിന്നെ വീട്ടിൽ നിന്നും പുറത്താക്കേണ്ടി വരുമെന്ന്. അദ്ദേഹം ഒരുപാട് സംശയത്തോടെ അടുത്ത് ചോദിച്ചു, ഇത്ര ഭീകരമായ ഗന്ധമുണ്ടാകാൻ അകത്ത് എന്താണ് ഉള്ളത് എന്ന്. ഇനി സത്യം മറയ്ക്കാൻ വേറെ വഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ രാഹുൽ തന്റെ വീട്ടുടമയുടെ മുന്നിൽ എല്ലാം സമ്മതിച്ചു. ഭാനുപ്രിയയുടെ മരണവും അവളുടെ മൃതദേഹം ഡ്രമ്മിൽ ഒളിപ്പിച്ചിരുന്ന കാര്യവും എല്ലാം അവൻ തുറന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്യനാരായണന്റെ കണ്ണുകൾ വിശ്വാസം വരാതെ അങ്ങനെ തുറന്നു നിന്നു. 2 വർഷത്തോളം തൻ്റെ തന്നെ വീട്ടിൽ ഒരു മൃതദേഹം ഉണ്ടായിരുന്നുവെന്നും തനിക്കത് അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് കേട്ടതോടെ അദ്ദേഹം പോലീസിനെ വിളിച്ചിരിക്കണമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്തില്ല. കാരണം പോലീസിനെ അറിയിച്ചാൽ തന്നെയും ഈ കേസിലെ പ്രധാന പ്രതിയാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതിനാൽ അദ്ദേഹം രാഹുലിനെ സഹായിക്കാൻ തീരുമാനിച്ചു. ഇരുവരും ചേർന്ന് ആ ഡ്രം ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കത്തിച്ചു. എന്നിട്ടും അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നശിച്ചില്ല. അതിനാൽ അവയെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള കൂടുതൽ നടപടികൾ എടുത്തു. ഇതോടെ ഭാനുപ്രിയയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തെളിവും ബാക്കി നിന്നില്ല. രാഹുലിനും സത്യനാരായണനും മാത്രമാണ് ഈ സത്യം അറിയാവുന്നത്. ലോകത്തിന് മുന്നിൽ ഭാനുപ്രിയ അസ്തിത്വമില്ലാത്ത ഒരാളായി മാറി. ആരെങ്കിലും അവളെക്കുറിച്ച് ചോദിച്ചാൽ രാഹുൽ വളരെ ഈസിയായി പറയും, അവളിപ്പോൾ എൻ്റെ കൂടെ ഇല്ല എന്ന്. പക്ഷെ ആരും ചോദ്യം ചോദിച്ചില്ല, ആരും സംശയിച്ചതും ഇല്ല. കാരണം ഈ കേസിൽ ഒരു തെളിവും അവശേഷിച്ചിരുന്നില്ലല്ലോ. എന്നാൽ കഥ അതിവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ഈ കേസ് ചർച്ച ചെയ്യുന്നത് ഇരുവരും ഒടുവിൽ പിടിയിലായതുകൊണ്ടാണ്. പക്ഷെ എങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? ഭാനുപ്രിയയുടെ മരണശേഷം രാഹുലിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരിക്കൽ സാധാരണ ജീവിതം നയിച്ചിരുന്ന രാഹുൽ പിന്നീട് നിയമവിരുദ്ധമായ ആയുധ ഇടപാടുകളിലേക്ക് ഇറങ്ങി. അതിന്റെ ഫലമായി അവന്റെ കൈവശം പലപ്പോഴും ആയുധങ്ങൾ ഉണ്ടായിരുന്നു. 2024 ഒരു തോക്കും കൈവശം വെച്ച് രാഹുൽ സർവകലാശാലയ്ക്ക് സമീപം അലഞ്ഞു തിരിഞ്ഞു. സത്യത്തിൽ ഇത് വളരെ മണ്ടത്തരമായൊരു പ്രവൃത്തിയായിരുന്നു. കാരണം സർവകലാശാല ഒരു പൊതുസ്ഥലമാണ്. അവനെ കണ്ട ഒരാൾ ഉടൻ തന്നെ പോലീസിന് വിവരം നൽകി. അല്പസമയത്തിനുള്ളിൽ പോലീസ് എത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അവനെ ചോദ്യം ചെയ്യുന്നതിനിടെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അവനെ തിരിച്ചറിഞ്ഞു.
വർഷങ്ങൾക്ക് മുൻപ് ഭാനുപ്രിയയെ ഭർത്താവ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടപ്പോൾ അവളുടെ ഡിവോഴ്സ് കേസ് ഇതേ പോലീസ് സ്റ്റേഷനിലൂടെയാണ് നടന്നത്. അതുപോലെ രാഹുലിനും ഭാനുപ്രിയയ്ക്കും ഇടയിലുള്ള വഴക്കുമായി ബന്ധപ്പെട്ട പരാതികളും ഇവിടെയാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇവിടെയാണ് രാഹുലിന്റെ പഴയ ജീവിതം വീണ്ടും തുറക്കപ്പെടുന്നത്. ഇങ്ങനെ അയാളെ തിരിച്ചറിഞ്ഞ പോലീസുകാരൻ ആദ്യമായി ഭാനുപ്രിയയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൾ എൻ്റെ കൂടെ ഇല്ല എന്ന്. പക്ഷെ ഈ മറുപടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്വസിക്കാനായില്ല. പോലീസിന്റെ റെക്കോർഡുകളിൽ ഭാനുപ്രിയയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർ അവളുടെ മുതിർന്ന സഹോദരിയെ ബന്ധപ്പെട്ടു. അപ്പോഴാണ് ഒരു നിർണായക വിവരം പുറത്തു വരുന്നത്. 2020 മുതൽ ഭാനുപ്രിയ ഒരിക്കൽ പോലും സഹോദരിയെ കോൺടാക്ട് ചെയ്തില്ല. ഇതോടെ പോലീസിന് ഉറപ്പായി ഭാനുപ്രിയയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ ചോദിച്ചപ്പോൾ രാഹുൽ സത്യം പറയുന്നില്ല. പക്ഷേ തുടർന്നും കടുത്ത ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഇനി മറച്ചുവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ രാഹുൽ എല്ലാ സത്യവും പോലീസിനോട് തുറന്നു പറഞ്ഞു. ഈ ഒരു കൺഫെഷൻ കേട്ട പോലീസ് ഞെട്ടിപ്പോയി. ഇത്ര വർഷങ്ങളോളം ഇതെങ്ങനെയാണ് മറഞ്ഞു കിടന്നത്? അന്വേഷണത്തിനിടെ ധർമ്മേന്ദ്ര, അനിൽ എന്ന 2 കോൺസ്റ്റബിൾമാർ ഒരു നിർണായക വിവരം നൽകി. ഞങ്ങൾക്കറിയാം, മുൻപ് രാഹുൽ ഒരു സ്ത്രീയുമായി ഒരുമിച്ച് താമസിച്ചിരുന്നു. അവൾക്ക് ഔദ്യോഗികമായ ഒരു രേഖയും ഇല്ലായിരുന്നു. അവൾ അജ്ഞാതയായി രാഹുലിനോടൊപ്പം പോയ ഒരാളായിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ രാഹുൽ സമ്മതിച്ചു. 2019 അവൻ ആ സ്ത്രീയുമായി രാജ്സമന്ദിൽ താമസിക്കാൻ തുടങ്ങി. 2021 ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ കടുത്തതോടെ ഒരു വഴക്കിനിടെ അവളെ കൊലപ്പെടുത്തി. പിന്നീട് യൂട്യൂബിൽ ക്രൈം പാട്രോൾ പോലുള്ള ക്രൈം വീഡിയോസ് കണ്ട് പഠിച്ച് ആ രീതിയിൽ മൃതദേഹം ഒരു ഡ്രമ്മിൽ വെച്ച് സിമന്റ് ഒഴിച്ച് പൂർണ്ണമായും മറച്ചു. പക്ഷേ ഇവിടെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പോലീസിന് എല്ലാ സത്യവും അറിയാമായിരുന്നുവെങ്കിലും കോടതിയിൽ ഇത് തെളിയിക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ഒരു ഭൗതിക തെളിവും ബാക്കി ഉണ്ടായിരുന്നില്ല. കോടതി തെളിവുകളാണ് ആവശ്യപ്പെടുന്നത്. ഇതിന്റെ ഒരു ആനുകൂല്യം ഉപയോഗിച്ച് രാഹുൽ തന്റെ മൊഴികൾ വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരുന്നു. ആദ്യം പോലീസിന് നൽകിയ മൊഴിയിൽ നിന്നും അവൻ പിന്നോട്ട് പോയി. നിങ്ങൾക്കിത് അറിയാമായിരിക്കും, നമ്മുടെ പല കേസുകളിലും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പോലീസ് ചോദ്യം ചെയ്യലിനിടെ നൽകുന്ന മൊഴികൾ കോടതിയിൽ ഒരിക്കലും സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് എല്ലാം സമ്മതിച്ചിട്ടും രാഹുൽ ഇതുവരെയും ഈ കേസിൽ നിന്നും നിയമപരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൻ തൻ്റെ കുറ്റം സമ്മതിച്ചിട്ട് കൂടിയും രക്ഷപ്പെട്ടു. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അവൻ ചെയ്ത കുറ്റത്തിന് അവന് ശിക്ഷ ലഭിക്കട്ടെ എന്ന്. ഈ ഒരു കഥ മുഴുവനും കേട്ട ശേഷം നിങ്ങൾ തന്നെ പറയുക, ഇതൊരു ക്രൈം ഷോയുടെ സ്ക്രിപ്റ്റ് പോലെ തന്നെയുണ്ട്. അവസാനം കുറ്റവാളി രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഈ ഒരു കേസ് നമ്മെ വലിയൊരു ചോദ്യത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. ഇന്ത്യയിലോ മറ്റു രാജ്യങ്ങളിലോ ഇതുപോലെ എത്ര കേസുകൾ ഒരിക്കലും പുറത്തു വരാതെ മറഞ്ഞു കിടപ്പുണ്ടാകും? എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും? അവരെക്കുറിച്ച് അവരുടെ അടുത്തുള്ളവർക്ക് പോലും അറിയാതെ. ഈ ഒരു കേസ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിയമവ്യവസ്ഥ എത്രമാത്രം പരിമിതവും അശക്തവുമാണെന്ന്. എല്ലാ കേസിലും അല്ല, പക്ഷെ ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രത്യേകിച്ചും. ഇതോടുകൂടി ഈ ഒരു സംഭവം, കേസ് ഇവിടെ അവസാനിച്ചു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാഹുലിന് ശിക്ഷ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ചും ക്രൈം ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും സബ്സ്ക്രിപ്ഷനുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് വീഡിയോ എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.